بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഇന്നത്തെ നമ്മുടെ ക്ലാസ് അൽ ഇദ്ഗാമു ബിലാ ഗുന്ന ഇദ്ഗാമു ബിലാ ഗുന്നയെ കുറിച്ചാണ്. അതിനു മുമ്പ് ഇദ്ഗാമു ബിഗുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. അൽ ഇദ്ഗാമു ബിഗുന്ന, ഇതിൽ സാക്കിനായ നൂനും ഈ 4 അക്ഷരങ്ങളും വ്യത്യസ്ത പദങ്ങളിലായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അഥവാ ഒരേ പദത്തിൽ വന്നാൽ മണിക്കുകയോ ചേർക്കുകയോ ചെയ്യാതെ വ്യക്തമാക്കി, അതായത് ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. രണ്ടും 2 പദത്തിലായിരിക്കണം എന്നർത്ഥം. സാക്കിനായ നൂൻ അല്ലെങ്കിൽ തൻവീൻ ഒരു പദത്തിലും ശേഷമുള്ള പദത്തിന്റെ തുടക്കത്തിലായിരിക്കും ഈ അക്ഷരങ്ങൾ വരിക. ഇതാണ് അതിന്റെ നിബന്ധന. ഇങ്ങനെയുള്ള 4 വാക്കുകൾ അഥവാ ഒറ്റ പദത്തിൽ വന്ന 4 വാക്കുകളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ആ വാക്കുകളിൽ ഈ നിയമം ബാധകമല്ല. ഏതൊക്കെയാണ് ആ വാക്കുകൾ? നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ദുനിയ. ദുനിയ എന്നത് അവിടെ ഇദ്ഗാം ചെയ്ത് ദുനിയ എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് അവിടെ ഇൽഹാർ ചെയ്ത് വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ദുനിയ. രണ്ടാമത്തത് ബുനിയാൻ. ബുനിയാൻ. 3, ഖിൻവാൻ. ഖിൻവാൻ. 4, സിൻവാൻ. സിൻവാൻ. ഇവിടെ ഒന്നും ഇദ്ഗാമു ബിഗുന്ന ബാധകമല്ല. സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമിന്റെ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത് എങ്കിലും നിയമം ബാധകമല്ല, കാരണം നിബന്ധന മേളിച്ചിട്ടില്ല എന്നതാണ്. അതുപോലെ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇവിടെ നൂൻ വൽ ഖലമി എന്ന് പറയുമ്പോൾ അവിടെയും സാക്കിനായ നൂനിന് ശേഷമാണ് വാവ് വന്നിട്ടുള്ളത്. ഇവിടെയും ഇൽഹാർ ചെയ്താണ് ഓതേണ്ടത്. മറ്റൊരു ഉദാഹരണം, യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇവിടെയും നൂനിന് ശേഷം സീൻ, യാസീൻ എന്ന് അവസാനിക്കുന്ന നൂന് സാക്കിനായ നൂനാണ്. അതിനുശേഷം വാവ് വന്നു. ഈ 2 സ്ഥലങ്ങളിൽ ഇൽഹാർ ചെയ്താണ് ഓതേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഇദ്ഗാമു ബിഗുന്നയുടെ നിയമം ബാധകമല്ല. അടുത്തത് അൽ ഹുക്മു സാലിസ്, 3ാമത്തെ നിയമം. അൽ ഇദ്ഗാമു ബിലാ ഗുന്ന. ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യുക, അഥവാ മണിക്കാതെ ചേർത്തി ഉച്ചരിക്കുക. ഇദ്ഗാമു ബിലാ ഗുന്നയുടെ ഹർഫുകൾ നേരത്തെ നാം പരിചയപ്പെട്ടതാണ്. 2 അക്ഷരങ്ങളാണ്. ഒന്ന് ലാം, മറ്റൊന്ന് റാ. ലാം, റാ എന്നിവയാണ് അൽ ഇദ്ഗാമു ബിലാ ഗുന്നയുടെ അക്ഷരങ്ങൾ. സാക്കിനായ നൂൻ, തൻവീൻ എന്നിവയെ ഈ 2 അക്ഷരങ്ങളിലേക്ക് ചേർത്തി ശദ്ദ് ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കുന്നതിനാണ് അൽ ഇദ്ഗാമു ബിലാ ഗുന്ന എന്ന് പറയുന്നത്. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ലാം, റാ ഈ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരലാണ്. ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. അംസലത്തുൽ ഇദ്ഗാമി ബിലാ ഗുന്ന. ആദ്യത്തെ കോളത്തിൽ ഹർഫുകൾ, രണ്ടാമത്തെ കോളത്തിൽ മഅന്നൂനി സാക്കിന, സാക്കിനായ നൂനിന് ശേഷം വന്നതും, 3ാമത്തെ കോളത്തിൽ മഅത്തൻവീൻ, തൻവീനിന് ശേഷം ഈ 2 അക്ഷരങ്ങൾ വന്നതിനുമുള്ള ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ലാം. മിൻ ലദുൻഹു, സാക്കിനായ നൂനിന് ശേഷം ലാം വന്നു.
പാരായണം ശ്രദ്ധിക്കുക. മില്ലദുൻ മില്ലദുൻ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബ്ദ ചെയ്ത് മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത്. തൻവീന് ശേഷം വന്നതിന് ഉദാഹരണം ശ്രദ്ധിക്കുക. ഖൈറുൻ ലക്കും. പാരായണം ശ്രദ്ധിക്കുക. ഖൈറുൽ ലക്കും ഖൈറുൽ ലക്കും. അടുത്ത അക്ഷരം റാ. മിൻ റബ്ബിക്. പാരായണം ശ്രദ്ധിക്കുക. മിർ റബ്ബിക് മിർ റബ്ബിക്. തൻവീന് ശേഷമുള്ളത് ഗഫൂറുൻ റഹീം. പാരായണം ശ്രദ്ധിക്കുക. ഗഫൂറുർ റഹീം ഗഫൂറുർ റഹീം. വഖീല മൻ റാഖ് എന്നതിൽ സക്ത ഉള്ളതിനാൽ ഇൽഹാർ ചെയ്ത് ഓതേണ്ടതാണ്. ഖുർആനിലെ മറ്റൊരായത്താണ് വഖീല മൻ റാഖ്. അവിടെ സക്ത എന്ന നിയമം ഉണ്ടായതിനാൽ സക്തയെക്കുറിച്ച് ശേഷം വരുന്നുണ്ട്. ആയതിനാൽ അവിടെ ഇദ്ഗാം ബാധകമല്ല. അവിടെയും നേരത്തെ ഇദ്ഗാമും ബിഗുന്നയിൽ ഒഴിവായ ഭാഗം പറഞ്ഞതുപോലെ ഇദ്ഗാമും ബിലാ ഗുന്നയുടെ അക്ഷരമാണ് സാക്കിനായ നൂനിന് ശേഷം വന്നതെങ്കിലും അവിടെയും ഇദ്ഗാം ബാധകമല്ല. വഖീല മൻ റാഖ് മൻ റാഖ്. ഈ രൂപത്തിലാണ് ഓതേണ്ടത്.